നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ, ഇന്ന് ഒരു ദിവസം പ്രതീക്ഷിക്കുന്ന വാർത്തകൾ, അവയുടെയെല്ലാം അവലോകനങ്ങൾ ഒക്കെയായി നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. അപ്പോൾ സുപ്രധാനമായ ഒട്ടനേകം വാർത്തകൾ ഇന്നത്തെ ദിവസവും ദേശീയ തലത്തിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ലേറ്റ് നൈറ്റ് സംഭവിച്ച കുറേയധികം വാർത്തകളുണ്ട്. അവയെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഓരോന്നായി എത്തിക്കുകയാണ്. ആദ്യത്തെ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് അത് വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഈ വിദേശ സംഭാവന FCRA നിയന്ത്രണ ചട്ടവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദം ഉയർത്തിവിടാൻ ഈ രാജ്യത്തെ ചില ക്രൈസ്തവ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, മുസ്ലിം വിഭാഗങ്ങൾക്കൊന്നും തന്നെ ഈ പ്രശ്നമില്ല. ഈ നിയന്ത്രണങ്ങൾ വരുന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിലും യാതൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഇതിൽ ആകെ പ്രശ്നമുള്ളത് ക്രൈസ്തവ സഭകൾക്കാണ്. യഥാർത്ഥത്തിൽ ആ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നും ഈ രീതിയിലുള്ള എതിർപ്പുയരാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഈ ഭേദഗതിയിൽ മതപരിവർത്തനം അത് കർശനമായി നിരോധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആരാണ് പണം തന്നത് എന്ന് കൃത്യമായി അറിയിക്കണം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഫീൽഡ് വിസിറ്റ് കിട്ടിയ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഫീൽഡ് വിസിറ്റും ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞില്ലേ പരിപാടി? നേരത്തെ ആയിരുന്നെങ്കിൽ കണക്കില്ലാതെ പണം കൊണ്ടുവരാം, അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, എന്തിനുപയോഗിച്ചു എന്ന് ആരും അന്വേഷിക്കുക പോലുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മതം മാറ്റാനുള്ള ഒരു ഉപകരണമായി ഒരു കുറേ അധികം പണം നിങ്ങൾക്ക് വന്നു ചേരുന്ന മാർഗം അതടയുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യത ആണ് ഈ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്, വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം ഈ വർഷം മാർച്ച് 25 വരെ രാജ്യത്തേക്ക് വന്നത് 22,000 കോടിയോളം രൂപയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് വെറും 3 മാസം കൊണ്ട് എത്തിയ കണക്കാണ് ഈ പറയുന്നത്. ഈ വർഷം മാർച്ച് വരെ എത്തിയത് 22,000 കോടിയോളം രൂപയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 3 മാസം കൊണ്ട് ഒരു രാജ്യത്തേക്ക് വിദേശത്തു നിന്നും എത്തിയ സംഭാവന. ഇനി എടുത്തു പറയേണ്ടത്, ആദ്യ 10 ഏറ്റവും അധികം വിദേശ സംഭാവനകൾ കിട്ടുന്ന ആദ്യ 10 സ്ഥാനങ്ങളിൽ അതിലേതാണ്ട് 9 ക്രൈസ്തവ സംഘടനകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണമെല്ലാം ഇവർക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ഒരു അന്വേഷണം അതുപോലും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഈ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഞാനൊരു കമന്റ് ഇതുമായി ബന്ധപ്പെട്ട ഈ മതപരിവർത്തനവും FCRAയുമായി ബന്ധപ്പെട്ട സംഗതിയിൽ നോക്കിയിരുന്നു. അതായത്, എന്തുകൊണ്ടാണ് ഇവിടുത്തെ പട്ടിണി മാറ്റാത്തത്? നിങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലെ പട്ടിണി നിങ്ങൾ മാറ്റാത്തത് കൊണ്ടാണ് ഹിന്ദുക്കളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, ഹിന്ദുക്കളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി ഈ പണം ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. അയാളോട് പറയാനുള്ളത്, കഴിഞ്ഞ 60 കൊല്ലക്കാലമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ മുൻ തലമുറ അവരാണ് ഈ രാജ്യം ഭരിച്ചത്. BJP ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ തുടർച്ചയായി 12 കൊല്ലം ആകുന്നതേയുള്ളൂ. അതിൻ്റെതായ മാറ്റം ഈ രാജ്യത്ത് കാണുന്നുമുണ്ട്. അവർ നിങ്ങൾക്ക് മതം മാറ്റുന്നതിനും നിങ്ങൾക്ക് ഈ നാടിന്റെ സ്വത്വം നശിപ്പിക്കുന്നതിനുമായി എല്ലാ തരത്തിലുള്ള സഹായവും കങ്കാണിപ്പണിയും ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ഇന്നും ദരിദ്ര ജനകോടികളായി അവശേഷിക്കുന്നതിൽ യാതൊന്നും ചെയ്യാനില്ല. അത് മാറുമെന്നേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. 22,000 കോടിയോളം രൂപ എത്തി എന്ന് പറയുന്നു. 16,000-ഓളം സന്നദ്ധ സംഘടനകൾക്കാണ് ഈ രീതിയിൽ പണം വന്നത്. എന്നാൽ ജൂൺ ആയപ്പോഴേക്കും സംഘടനകളുടെ എണ്ണം 16,000-ൽ നിന്നും 14,000-ആയി. അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് 2,000 സംഘടനകളുടെ എണ്ണം കുറഞ്ഞത്? നോക്കാം. രജിസ്ട്രേഷൻ റദ്ദാക്കൽ, പുതുക്കി നൽകാതിരിക്കൽ എന്നിവയാണ് അതിന് കാരണം. അതായത് കൃത്യമായ കണക്ക് നൽകിയില്ല, കൃത്യമായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങൾ പാലിക്കാൻ സാധിക്കാതെ വന്നതോടെ 16,000-ൽ 2,000 സംഘടനകൾക്കാണ് ഈ പണി നിർത്തേണ്ടി വന്നത്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 2,000 സംഘടനകളും ഇന്നേ വരെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അനധികൃതമായാണ്. ഈ രാജ്യത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്
എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. FCRAയ്ക്ക് നേരത്തെ കർശന വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും 2020 നിയമ ഭേദഗതിയോടെയാണ് ഇത് കൂടുതൽ കർശനമായത്. ഇതോടെ ഫണ്ട് വാങ്ങുന്ന NGOകളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് കണക്ക്. മുമ്പ് 30,000-ഓളം സംഘടനകൾ ഉണ്ടായിരുന്നു. 2020 വരെ 30,000-ഓളം സംഘടനകൾ ഉണ്ടായിരുന്നത് 20-ന് ശേഷം 16,000-ആയി കുറഞ്ഞു. ഇതാ ഈ ജൂൺ ആകുമ്പോൾ അത് 14,000 ആകുന്നു. ഒന്ന് ആലോചിക്കൂ, പകുതിയായി കുറയുന്നു, വീണ്ടും താഴേക്ക് പോകുന്നു. ഒരു കണക്കുമില്ല, ഒരു ചോദ്യം ചെയ്യലുമില്ല, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. നക്സൽ ബാധിത മേഖലയിൽ മതം മാറ്റാൻ ചിലവാക്കാം, വടക്ക് കിഴക്കൻ മേഖലയിൽ വിഘടനവാദം നടത്താൻ ചിലവാക്കാം, കേരളത്തിലൊക്കെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ചിലവാക്കാം. ഈ രീതിയിലായിരുന്നു ഈ വിദേശ പണം വാരി വലിച്ച് ചിലവഴിച്ചിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ എത്ര നന്ദി പറഞ്ഞാലും അങ്ങയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് വസ്തുത. ആ വാർത്തയ്ക്ക് കുറച്ചധികം സമയമെടുത്തു. കാരണം കേരളത്തിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഒരു വിഭാഗം വളരെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് അത് ഇത്രയധികം സമയമെടുത്ത് ആ വാർത്ത അവതരിപ്പിക്കേണ്ടി വന്നത്. പ്രിയ പ്രേക്ഷകർ ക്ഷമിക്കുക. ഇതാ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതും പ്രധാനപ്പെട്ട വാർത്തയാണ്. RSSനെ നിരോധിക്കാൻ ഇറങ്ങിത്തിരിച്ച RSSന്റെ രജിസ്ട്രേഷൻ ഞാൻ ഇന്ന് തന്നെ നടത്തും എന്ന് പറഞ്ഞിറങ്ങിത്തിരിച്ച ഒരു വലിയ മനുഷ്യൻ കർണാടകയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രിയങ്ക ഖർഗെ എന്നുള്ളതാണ്. ഈ ജൂലൈ 21-ന് കോടതി കയറാൻ പോവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, RSSനെതിരായ അപകീർത്തി പരാമർശത്തിലാണ് ആശാൻ ഇപ്പോൾ കോടതി കയറാൻ പോകുന്നത്. വാർത്ത ഇങ്ങനെയാണ്: RSSനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ കർണാടകയിലെ മന്ത്രി പ്രിയങ്ക ഖർഗെക്കും കോൺഗ്രസ് നേതാവ് മുഹമ്മദ് നാലപ്പാടിനും കോടതിയുടെ സമൻസ് എന്നതാണ് വാർത്ത. ബംഗളൂരു സിറ്റി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 42 ഇരുവർക്കുമെതിരെ സമൻസ് പുറപ്പെടുവിച്ചത്. പരാതിയിൽ ഇരുവർക്കുമെതിരെ ക്രിമിനൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. അടിവരയിട്ട് ഈ പ്രിയങ്ക ഖർഗെയുടെ ഈ വായ്ത്താളം ശ്രദ്ധിച്ച ആളുകളോടാണ് പറയുന്നത്. അടിവരയിട്ട് പറയുകയാണ്, ഈ 2 മാന്യന്മാർക്കുമെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ബംഗളൂരു കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജൂലൈ 21-ന് ഇരുവരും നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്നുള്ളതുമാണ് നിർദ്ദേശം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് തേജസ് എന്നയാളാണ് കോടതിയെ സമീപിച്ചത്. അപ്പോ മല പോലെ വന്നത് എലി പോലെ പോകുന്ന കാഴ്ചയാണ്. എൻ്റെ പ്രിയങ്ക ഖർഗെ ആവുന്നത് എടുത്താൽ പോരെ. ഇതിനു മുൻപ് ജവഹർലാൽ നെഹ്റു ഒന്നെടുത്തു നോക്കിയതാണ്, പരാജയപ്പെട്ടു. അതിനുശേഷം ഇന്ദിരാഗാന്ധി പരമാവധി എടുക്കാൻ ശ്രമിച്ചതാണ്, പരാജയപ്പെട്ടു. അതൊന്നും നടക്കാഞ്ഞിട്ടാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിലെ ഒരു സംസ്ഥാനത്തെ കേവലം ഒരു പെറ്റി ലീഡർ ആയ പ്രിയങ്ക ഖർഗെ ആ പണിക്കിറങ്ങുന്നത്. നിങ്ങൾ ആ സംസ്ഥാനത്ത് കലബുർഗിയിലൊക്കെ വാരിക്കൂട്ടിയ പാവപ്പെട്ട ആളുകളുടെ, പിന്നാക്ക വിഭാഗക്കാരുടെ ഭൂമി അത് കുംഭകോണം നടത്തിയത്, തട്ടിച്ചെടുത്തത് ഈ രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. RSSന്റെ രജിസ്ട്രേഷൻ നടത്താൻ പോയി, RSSനെ നിരോധിക്കാൻ പോയി, കോടതിയിൽ നിന്നിറങ്ങാൻ സമയമില്ലാതെ വരികയാണ് മൂത്ത ഖർഗെയുടെ മകൻ കുട്ടി ഖർഗെ. വല്ലാത്ത വിധി വൈപരീത്യം തന്നെ. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് വളരെ വേഗം പോകുന്നു. അതായത് ബംഗാൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരാനുള്ള ദിവസമാണ്. മാത്രമല്ല, ബംഗാൾ നിയമസഭയിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ബില്ല് കൂടി വരാനും പോകുന്നുണ്ട്. അതായത് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ ഇന്ന് അവതരിപ്പിച്ചേക്കും എന്നതാണ് വാർത്ത. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയിൽ ഒരേ സിവിൽ നിയമം നടപ്പാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ഭാഗമായാണ് സുവേന്ദു അധികാരി ഈ ബില്ല് ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ബഹുഭാര്യത്വത്തിനും മുത്തലാഖിനുമുള്ള നിരോധനം ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഒന്നും കെട്ടും രണ്ടും കെട്ടും, പണ്ടൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, ബാക്കി ഞാൻ പറയുന്നില്ല, അതൊരു രാഷ്ട്രീയമായി മോശമായി പോകും. അപ്പോൾ ആ പണി ഇനി നടക്കില്ല എന്നുള്ളത് കൂടി പറഞ്ഞ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുമെന്ന് ഭരണപക്ഷം അവകാശപ്പെടുമ്പോൾ മതസ്വാതന്ത്ര്യത്തെയും സമൂഹങ്ങളുടെ വ്യക്തിത്വത്തെയും ഇത് ബാധിക്കുമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. 2 സംഘമായി വിഘടിച്ച തൃണമൂലിന് കനത്ത വെല്ലുവിളി കൂടിയാണ് ബില്ല് അവതരണത്തിലെ നിലപാട് എന്നും എടുത്തു പറയാം. അപ്പോൾ പ്രതിപക്ഷം എതിർത്തോട്ടെ, കാരണം 207 സീറ്റുമായി
BJPയെയാണ് അവിടുത്തെ ജനത തെരഞ്ഞെടുക്കുകയുണ്ടായത്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ നിർണായകമായ വാഗ്ദാനമായിരുന്നു ഞങ്ങൾ ഇത് നടപ്പാക്കും, ഞങ്ങളെ വിജയിപ്പിച്ചാൽ എന്നുള്ളത്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സുവേന്ദു അധികാരിക്ക് മുന്നോട്ട് തന്നെ ധൈര്യമായി പോകാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള വാർത്തയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഉത്തർപ്രദേശിൽ ലക്നൌവിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 15ലധികം ആളുകൾ അവിടെ ഈ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. ആ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ എല്ലാം കൊണ്ടുവരേണ്ട ആളുകൾ അവിടെ ഉണ്ട്. അതിൽ ചില ആളുകൾക്ക് പറ്റിയ വീഴ്ച, അവർ വരുത്തിയ പിഴവ്, അതാണ് ഈ തീപിടുത്തത്തിനും മറ്റും കാരണം. ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാതെ, ചട്ടങ്ങൾ അനുസരിക്കാതെ ഈ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു പ്രവണത ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഈ തീപിടുത്തം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി വിലയ്ക്ക് കൊടുക്കുന്നത് ഇതുപോലെയുള്ള പാവങ്ങളുടെ ജീവൻ കൂടിയാണ്. ഇപ്പോഴിതാ യോഗി ആദിത്യനാഥ് സർക്കാർ അതിന്റെ അടിവേരറുക്കാൻ ഉത്തർപ്രദേശ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. ഉത്തർപ്രദേശിൽ ഫയർ NOC ഇല്ലാത്ത സ്ഥാപനങ്ങൾ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്ക് യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശം എന്നുള്ളതാണ് വാർത്ത. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ സ്ഥാപനങ്ങൾ, ജില്ലാ ആശുപത്രികൾ, ഹോട്ടലുകൾ എന്നിവയിലെ ഫയർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകളുടെ അടിയന്തര അവലോകനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. അതായത് കാലാവധി കഴിഞ്ഞ ഫയർ NOC ഉള്ളതോ സാധുവായ NOC ഇല്ലാത്തതോ ആയ സ്ഥാപനങ്ങൾക്ക് ഉടൻ നോട്ടീസ് നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ലക്നൌവിലെ ഒരു വാണിജ്യ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. അപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു ലോബിയെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. പണം വാങ്ങി ചട്ടങ്ങളിൽ ഇളവ് വരുത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചട്ടം ലംഘിച്ച് ഇത്തരം കെട്ടിടങ്ങൾ പണിയുന്നവരെ വച്ചു പൊറിപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും സമാനമായ രീതിയിൽ നമ്മളോടും കുറേയധികം മുതിർന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഫയർ NOC ഇല്ലാത്ത ആശുപത്രികളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ ധാരാളമുണ്ട് എന്നുള്ളത്. നിങ്ങളുടെയൊക്കെ കണ്ണു തുറപ്പിക്കാൻ ഈ ലക്നൌവിൽ സംഭവിച്ച ഈ ദാരുണമായ ദുരന്തം അത് ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അത് എത്ര കണ്ട് ഫലം ചെയ്യും എന്നുള്ളതും നമുക്കറിയില്ല. മറ്റൊരു വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. മിസോറാമിൽ നിന്നും വരുന്ന വാർത്തയാണ്. മിസോറാമിലും SIR നടപ്പാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജനം TV നൽകിയിരുന്നു. മിസോറാമിൽ ഈ SIR നടപ്പാക്കിയത് കൊണ്ട് എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന, അതായത് SIR പൂർത്തിയായതിനെ തുടർന്ന് മിസോറാമിലെ വോട്ടർ പട്ടികയിൽ നിന്നും 46,191 പേരുടെ പേരുകൾ നീക്കം ചെയ്തു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. അപ്പോൾ മെയ് 20 ആരംഭിച്ച നടപടികൾ ഞായറാഴ്ച പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മരണം കണ്ടെത്താനാകാത്തത്, സ്ഥിര താമസം മാറ്റം, ഇരട്ട രജിസ്ട്രേഷൻ തുടങ്ങിയ കാരണങ്ങളാലാണ് പേരുകൾ ഒഴിവാക്കിയത്. പുനഃപരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 8,28,877 കുറയുകയും ചെയ്തു. കൂടാതെ എല്ലാ എന്യൂമറേഷൻ ഫോമുകളും പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 8 ലക്ഷത്തിൽ ചില്ലുവാനം വോട്ടുകളുള്ള ഒരു സംസ്ഥാനത്ത് 46,191 വോട്ടുകൾ അത് വ്യാജമായി അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അത് തുടർന്നു പോയിരുന്നു എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിലെ സുതാര്യതയില്ലായ്മയായിരുന്നു കാണിക്കുന്നത്. എന്തായാലും SIR കൊണ്ട് ഉണ്ടായ ഒരു ഗുണം അതാണ്. പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ഈ SIR ഒന്നും ഇല്ലാത്ത കാലത്ത് ബംഗ്ലാദേശിൽ നിന്നും അതിർത്തി കടന്നു വരുന്ന ബംഗ്ലാദേശികൾക്ക് ഈ വെൽക്കം കിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിൽ വോട്ടർ ID ഉണ്ടാവും, ആധാർ കാർഡ് ഉണ്ടാവും, റേഷൻ കാർഡ് ഉണ്ടാകും. അവർക്കില്ലാത്ത സാധനങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം നൽകി അവരെ സ്വീകരിച്ചാനയിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്ത് 10-15 കൊല്ലക്കാലം മമതാ ബാനർജി ഭരിച്ചു. അതിനു മുമ്പ് 34 കൊല്ലക്കാലം ഭരിച്ചത് CPIM-മാണ്. SIR നടപ്പിലാക്കി ഈ ബംഗ്ലാദേശികൾ മുഴുവൻ ഈ രാജ്യത്ത് നിന്നും പുറത്തായതോടുകൂടി അവിടെ BJP അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു.
ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഇടവേള എടുക്കേണ്ട സാഹചര്യം ആയി എന്ന് തോന്നുന്നു. PCR നിന്നും അറിയിപ്പൊന്നും വന്നില്ല, പക്ഷേ 14 ആയിരിക്കുന്നു. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം നമുക്ക് വളരെ വേഗം തിരിച്ചു വരാം. അതിൽ യമുന ശുചീകരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഗംഗാ ശുചീകരണത്തിന് ശേഷം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് യമുന നദിയുടെ കാളിന്തിയുടെ ശുചീകരണമാണ്. ഇപ്പോൾ പല കോണുകളിൽ നിന്നും യമുന ശുചീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും വ്ളോഗുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ആ വാർത്തയിലേക്ക് വളരെ വേഗം വരാം, ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇടവേള. BCom പാസ്സായി കഴിഞ്ഞവർക്ക് ACCAക്ക് 5 പേപ്പേഴ്സ് എക്സംഷൻ. Learn ACCA Chartered Certified Accountancy course only from Indian Institute of Commerce, Lakshya. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. അതായത് യമുന ശുചീകരണവുമായി ബന്ധപ്പെട്ട യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഡൽഹി സർക്കാർ എന്നുള്ളതാണ് വസ്തുത. പല കനാലുകളും ഇതിനോടകം തന്നെ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. ഈ ആളുകൾ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഒഴുക്ക് തടഞ്ഞിരുന്ന കനാലുകളാണ് പൂർണ്ണമായും ഇപ്പോൾ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുവരുന്നത്. ആ വാർത്തയിലേക്ക് പോകുന്നു. യമുന നദിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പൊതുജനങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നുള്ളതാണ് വാർത്ത. യമുന ശുചീകരണം സർക്കാരിന്റെ മാത്രം ചുമതലയല്ലെന്നും ഡൽഹിയിലെ ഓരോ പൗരന്റെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും രേഖാ ഗുപ്ത പറയുകയുണ്ടായി. യമുനയുടെ പുനരുജ്ജീവനത്തിനായി സർക്കാർ പ്രവർത്തിക്കുന്നതായും നദീ ശുചിത്വത്തെ ജനകീയ പ്രസ്ഥാനമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ നവീകരിക്കുക, പുതിയ വികേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കുക, മലിനജല ശൃംഖല വിപുലീകരിക്കുക, യമുനയിലേക്കൊഴുകുന്ന എല്ലാ ചാലുകളും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഭാവിയിൽ ശുചീകരിക്കാത്ത ഒരു ചാല് പോലും നേരിട്ട് യമുനയിലേക്ക് ഒഴുകാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ നമാമി ഗംഗെ പദ്ധതിയിലൂടെ ഗംഗാ നദി ശുചീകരിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും. ഈ ഗംഗാ നദി ശുചീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. പക്ഷേ അത് ഒരു പരിധിവരെ നടപ്പിലാക്കിയെടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന്, ഇച്ഛാശക്തിയുള്ള സർക്കാരിന് അത് സാധിച്ചു. അതിൻ്റെ തലപ്പത്തിരുന്നത് കർണാടക കേഡർ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ഒരു മലയാളിയാണ്. കർണാടക കേഡർ അല്ല, ആന്ധ്ര കേഡർ. ഒരു തെറ്റുപറ്റിയതാണ്. അപ്പോൾ ആന്ധ്ര കേഡർ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ഒരു മലയാളിയാണ് അശോക് കുമാർ IAS. അപ്പോൾ നമ്മുടെ ജനം സൗഹൃദ വേദിയുടെ, ജനം TV-യുടെ സേവന പ്രവർത്തനങ്ങൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതിനെല്ലാം കൂടി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജനം സൗഹൃദ വേദി. ജനം സൗഹൃദ വേദിയുടെ ഡൽഹിയിലെ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായ അശോക് കുമാർ സാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമാമി ഗംഗെ പ്രൊജക്ട് നടപ്പാക്കിയതും വിജയിപ്പിച്ചതും. ഇപ്പോൾ അദ്ദേഹം ഡൽഹി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി ജോലി നോക്കുകയും ചെയ്യുന്നുണ്ട്. യമുന ശുചീകരണം നമാമി ഗംഗെ പദ്ധതി പോലെ പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനും അപ്പുറം പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഇതിൽ വേണം. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാതൊരു നിർദാക്ഷിണ്യം, ഒരു പരിഗണനയുമില്ലാതെ ഈ നദിയിലേക്ക് വേസ്റ്റ് കൊണ്ട് തള്ളുന്നതും ഈ നദിയിലേക്ക് ഓവുചാലുകൾ തുറന്നു വിട്ടിട്ടുള്ളതും അഴുക്ക് ജാലുകൾ തുറന്നു വിട്ടിട്ടുള്ളതും ഇവിടെ എത്തിയാൽ കാണാം. ഏത് സർക്കാർ എത്ര തന്നെ വിചാരിച്ചാലും ഇവിടുത്തെ ആളുകൾക്ക് സിവിക് സെൻസ് വരാതെ, ഈ ആളുകൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അവസാനിപ്പിക്കാതെ ഒരു സർക്കാരിനും ഒരു നദിയും ഒരു റോഡുകളും ശുദ്ധമാക്കാനോ സ്വച്ഛ് ഭാരത് എന്ന ഒരു സാഹചര്യത്തിലേക്ക്, ആ ഒരു മുദ്രാവാക്യത്തെ അത് പൂർണ്ണതയിൽ എത്തിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ യമുന ശുചീകരണ യജ്ഞത്തിൽ
മലയാളികളായ ഏതാണ്ട് 10 ലക്ഷം മലയാളികൾ ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ് കണക്ക്. മലയാളികൾ കൂടി പങ്കുചേരണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. അതായത് ശുദ്ധ ഊർജത്തിലും ആണവ സാങ്കേതിക വിദ്യയിലും ചരിത്ര നേട്ടവുമായി വൈദ്യുതിക്ക് പകരം ആണവ റിയാക്ടറിന്റെ ചൂടുപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ പ്ലാന്റ് ഭാരതം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് ആണ് ഈ പരീക്ഷണശാല സ്ഥാപിച്ചിരിക്കുന്നത്. കാർബൺ രഹിത ഊർജവും ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനവും ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ശ്രമത്തിൽ ഇത് നിർണായക നാഴികക്കല്ലായാണ് വിലയിരുത്തുന്നത്. സാധാരണ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിന് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമുള്ളപ്പോൾ ഈ സാങ്കേതിക വിദ്യയിൽ ആണവ റിയാക്ടറിൽ നിന്നുള്ള ഉയർന്ന താപനില ഉപയോഗിക്കുന്നതിനാൽ ഊർജ ഉപയോഗം കുറയ്ക്കാനും കൂടുതൽ കാര്യക്ഷമമായി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും എന്നതാണ് വാർത്ത. ഭാവിയിൽ കുറഞ്ഞ കാർബൺ പുറന്തള്ളലിൽ വൻതോതിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യ വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതായത് ലോകത്തിൽ ഈ രീതിയിലുള്ള സാങ്കേതിക വിദ്യ അത് പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെ രാജ്യം ആയി ഭാരതം മാറുകയാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവ്, അവരുടെ റിസർച്ചിന്റെ ഫലം നമുക്ക് ഭാവിയിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹി ഭരിക്കുന്നതിന്റെ, ഈ രാജ്യം ഭരിക്കുന്നതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏതാണ്ട് ഈ 10-12 കൊല്ലക്കാലമായി എന്നുള്ളതാണ് വസ്തുത. അത് എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. ചില കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഈ നരേന്ദ്രമോദി അമ്പലങ്ങൾ പണിത് കൂട്ടുകയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. അദ്ദേഹം അമ്പലത്തിനും തറക്കല്ലിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ AI ലാബുകൾക്ക് തറക്കല്ലിടുന്നുണ്ട്. ഇതേപോലെയുള്ള ഹൈഡ്രജൻ തയ്യാറാക്കുന്ന, ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ അദ്ദേഹം തറക്കല്ലിടുന്നുണ്ട്. എയിംസുകൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം റോഡുകൾ വന്നു കഴിഞ്ഞു, റെയിൽ വികസനം വന്നു കഴിഞ്ഞു. വന്ദേ ഭാരതിലൊക്കെ കയറി പോകുമ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാറായിരിക്കുന്നു. ഒരു വാർത്ത കൂടി പറഞ്ഞ് വളരെ വേഗം അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ജന്തർ മന്ദറിൽ പാറ്റകളുടെ സമരം എന്തായി എന്നുള്ളതറിയാൻ ഈ രാജ്യത്തെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പക്ഷേ താല്പര്യം കാണും. അവന്മാരെന്തെങ്കിലും കാണിക്കട്ടെ, ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയല്ല, എല്ലാ വാർത്തകളും അറിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. ഇന്നലെ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ലഡാക്കിൽ യുവാക്കളെ അഴിച്ചുവിട്ട്, യുവാക്കളെ തെരുവിലിറക്കി വിട്ട് അതിൽ കുറേയധികം പേർ കൊല്ലപ്പെടാൻ കാരണമായി, കുറേയധികം പേർ സൈന്യത്തിന്റെയും അതോടൊപ്പം പോലീസിന്റെയും കയ്യിൽ നിന്നും അടിവാങ്ങി മൃതപ്രായരാവാൻ കലാപം അഴിച്ചുവിടാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഈ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന വ്യക്തി. വിദേശ ഫണ്ടിങ്ങോടുകൂടി, വിദേശികളുടെ സഹായത്തോടു കൂടിയാണ് ലഡാക്കിൽ ഇത്ര വലിയൊരു കലാപത്തിന് ഈ മനുഷ്യൻ കളമൊരുക്കിയത്. അയാളിതാ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയൊരു സമരമുറയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജലനിരാഹാരം എന്നാണ് അതിന് പേര്. അതായത് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ്, ഇടയ്ക്കിടയ്ക്ക് ഷേക്ക് തുടങ്ങിയ വെള്ളം ഇതൊക്കെ കുടിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അത് ഇതിനോടകം ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജലനിരാഹാരം എന്നാണ് അതിന്റെ പേര്. അതാവുമ്പോൾ ഒരു 10-40 ദിവസം ഈ ഷേക്കൊക്കെ കുടിച്ച് ഈ കൊടും ചൂടത്ത് ഇങ്ങനെ അങ്ങ് പോകാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കും വരെ സമരം എന്നുള്ളതാണ് സോനം വാങ്ചുക്കിന്റെ ഇപ്പോഴത്തെ അവകാശവാദവും. എന്തായാലും ആ പരിപാടി നടക്കട്ടെ. അതിന്റെ തത്സമയ വിവരങ്ങൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കും. അപ്പോൾ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് രാത്രി 9:30 നേഷൻ പ്ലസുമായി വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും നേഷൻ ഫസ്റ്റുമായി കാണുകയും ചെയ്യാം. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആങ്കർമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും. ഇടവേള.